വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഹകരണ സംഘ ചട്ടങ്ങളിൽ വന്നിട്ടുള്ള ഭേദഗതികളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഇന്ന് എൻ്റെ 6ാമത്തെ ഭാഗമാണ്. ഇന്ന് നമുക്ക് റൂള് 35A പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, റൂള് 35A എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് എലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി തിരഞ്ഞെടുപ്പിനായിട്ട് സംസ്ഥാന സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെ പറ്റിയാണ് ഈ റൂള് 35A പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് സബ് റൂൾ 3A ആദ്യമായിട്ട് ഫോർ ദ വേർഡ്സ് ലെസ് ദാൻ 500 ദ വേർഡ്സ് നോട്ട് മോർ ദാൻ 1000 എന്നാക്കണം. അതായത് നിലവിൽ 3A ഇൻ ദി കേസ് ഓഫ് സൊസൈറ്റീസ് വിത്ത് ലെസ് ദാൻ 500 മെമ്പേഴ്സ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ്, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മേ ഇൻറ്റിമേറ്റ് ഈച്ച് ഓഫ് ദ മെമ്പേഴ്സ് ഇൻ ദ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 2 മാറ്റങ്ങളാണ് വരുന്നത്. ഇതിൽ ലെസ് ദാൻ 500 എന്നുള്ള നോട്ട് മോർ ദാൻ 1000 എന്നാക്കും. 500 അംഗങ്ങളിൽ താഴെയാണെങ്കിൽ എന്നാണ് നിലവിലുണ്ടായിരുന്നത്. 500 വോട്ടർ പട്ടികയിൽ 500 അംഗങ്ങളിൽ കുറവുള്ള സംഘങ്ങളുടെ കാര്യത്തിൽ ഈ നോട്ടീസ് അറിയിക്കേണ്ട രീതിയെ പറ്റിയാണ് പറയുന്നത്. അപ്പം വോട്ടർ പട്ടികയിൽ 500 അംഗങ്ങളിൽ കുറവുള്ള സംഘങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അവസാന വോട്ടർ പട്ടികയിലെ അംഗങ്ങളെ അറിയിക്കേണ്ടതും ആണ്. അപ്പോൾ അവിടെ 2 മാറ്റങ്ങൾ. 500 അംഗങ്ങളിൽ കുറവുള്ള സംഘങ്ങളിൽ എന്ന് പറഞ്ഞാൽ 1000-ൽ അധികരിക്കാത്ത സംഘങ്ങളുടെ കാര്യത്തിൽ എന്നാക്കി മാറ്റും. സംസ്ഥാന സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാന വോട്ടർ പട്ടികയിൽ നിന്നുള്ള മാറ്റി പ്രാഥമിക വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്തണം. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് അവിടെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് മാറ്റി പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് മാറ്റം വരുത്തണം. അങ്ങനെ 2 മാറ്റങ്ങളാണ് 3A വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 3B ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് ആക്കണം. 3B എന്ന് പറയുന്നത് സ്കൂൾ കോളേജ് സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഫൈനൽ വോട്ടർ പട്ടികയിൽ അവസാന വോട്ടർ പട്ടികയിൽ നിന്നാണ് അത് മാറ്റി പ്രാഥമിക വോട്ടർ പട്ടികയിൽ നിന്ന് ആക്കണം. ഇത് 2 മാറ്റങ്ങളാണ് ഇതിനകത്ത് 35A ആദ്യം വന്നിരിക്കുന്നത്. ഇനി 35B എന്താണെന്ന് നമുക്ക് നോക്കാം. 35B എന്ന് പറയുന്നത് ഈ സംസ്ഥാന സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. സംസ്ഥാന സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏത് റാങ്കിൽപ്പെട്ട ആളായിരിക്കണം. അത് നമുക്ക് സെക്ഷനിൽ വന്നിരിക്കുന്ന അമെൻഡ്മെൻറ്റ് നമ്മൾ കണ്ടു. 28B സെക്ഷൻ 28B പറയുന്നുണ്ട്. അതായത് ഇപ്പോഴ് മാറ്റം റൂളിലും വരുത്തിയിരിക്കുകയാണ്. ദ സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൽ ബി ദ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ്. ദി അതർ 2 commissioners ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആസ് പെർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 28 ഓഫ് ദ ആക്ട്. അപ്പോൾ സംസ്ഥാന സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമവകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയെ ആയിരിക്കണം എന്ന് ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. നേരത്തെ അതിനകത്ത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ളത് സർക്കാരിലെ ഒരു സെക്രട്ടറി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്രട്ടറി ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് മാറ്റിയിട്ട് അത് നിയമവകുപ്പിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിലെ
എന്നെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ പോരാ, ഏതെങ്കിലും സ്പെഷ്യൽ സെക്രട്ടറി പോരാ, ലോ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറി തന്നെ ആയിരിക്കണം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. എന്നാൽ ദി അതർ 2 കമ്മീഷണേഴ്സ് ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ആസ് പെർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 28B ഓഫ് ദ ആക്ട്. എന്നാൽ മറ്റ് 2 കമ്മീഷണർമാരുടെ കാര്യത്തിൽ 3 പേരാണ് ആകെ, അതിലൊന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ബാക്കി 2 പേരുടെ കാര്യത്തിൽ അത് ഗവൺമെൻറ് തീരുമാനിക്കുന്ന രീതിയിൽ ആകാം. 2 കമ്മീഷണർമാരെ സർക്കാർ നിയമിക്കണം എന്നാണ് ഈ റൂളിൽ മാറ്റം വന്നിരിക്കുന്നത്. ഇനി 35C അത് 35C എന്ന് പറയുന്നത് സംസ്ഥാന സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സേവന വ്യവസ്ഥകളും സേവനകാലവും അങ്ങനെയുള്ള അതിനെപ്പറ്റിയാണ്. അപ്പോൾ CA എന്നും പറഞ്ഞൊരു കാര്യം കൂടെ പുതുതായിട്ട് ചേർക്കുക. അത് നിലവിലില്ലാത്തതാണ്. കേരള ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് പറയുക. മാനർ ഓഫ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പേഴ്സ്. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഷാൽ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 21 members, of which 15 members shall be elected by Class A members of the Kerala State Cooperative Bank. The classification of members of the Board of Directors as follows എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് ഇതാണ്: സംസ്ഥാന സഹകരണ ബാങ്കിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആകെ 21 പേരായിരിക്കണം. ബോർഡ് മെമ്പേഴ്സ് 21 പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കൂടാൻ പാടില്ല. 21 പേര് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. നോട്ട് മോർ ദാൻ 21 members. ഇതിൽ of which 15 members shall be elected by Class A members of the Kerala State Cooperative Bank. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ക്ലാസ് എ മെമ്പേഴ്സ് ആയിരിക്കണം 15 പേര്. അപ്പോൾ ആ 15 പേര് തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ആ 15 പേര് ഇങ്ങനെയായിരിക്കും. അതിൽ 14 members, 1 from each district representing the PACS, elected by the A-class members of the Kerala State Cooperative Bank from among the delegates of PACS and shall be categorized as follows. അപ്പോൾ അതിൽ ഈ 14 മെമ്പേഴ്സ്, 15 പേര് A-class മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 14 പേര് PACS എന്നുള്ള പ്രതിനിധികൾ ഓരോ ജില്ലയിലും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 14 പേര്, 14 ജില്ലകൾക്ക് 14 പേര് അവർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ക്ലാസ് മെമ്പേഴ്സ്. ഇനി അതിൽ ഈ 14 തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ജനറൽ വിങ്ങിൽ നിന്നും 10 members, 10 പേരായിരിക്കണം ജനറൽ വിഭാഗം. വുമൺ 3 members, വനിതാ വിഭാഗത്തിന് 3 അംഗങ്ങൾ. SC/ST 1 member. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നിന്ന് 1 അംഗം. അങ്ങനെ 14 പേരായിരിക്കും. പ്രൊവൈഡഡ് ദാറ്റ് 2 seats in the board of directors shall be reserved for members whose age shall not exceed 40 years. അപ്പോൾ ഇതിനകത്ത് തന്നെ 2 അംഗങ്ങൾ 40 വയസ്സ് അധികരിക്കാത്തവരായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഈ 14 തന്നെ. അത് ജനറലിൽ നിന്ന് ഒരാളും വനിതാ വിഭാഗത്തിൽ നിന്ന് ഒരാളും. അങ്ങനെ 2 അംഗങ്ങൾ 40 വയസ്സ് അധികരിക്കാത്തവരായിരിക്കണം. whose age shall not exceed 40 years, of whom 1 shall be from the general category and 1 shall be a woman from the women reservation category. അത് ഈ 14 പേരിൽ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഈ 14 പേരുടെ ഇത് കഴിഞ്ഞിട്ട് 15 പേരാണല്ലോ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഈ 14 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വിശദീകരണം കൂടെ ഈ റൂളിൽ കൊടുത്തിട്ടുണ്ട്. ദ ഡിസ്ട്രിക്റ്റ് ഫ്രം വിച്ച് women members, SC/ST members and members not exceeding the age of 40 years are to be elected shall be decided by the registrar of cooperative societies by way of taking lots. അപ്പോൾ ഈ ഇവരെ തിരഞ്ഞെടുക്കുന്നത്, അതായത് 40 വയസ്സിൽ അധികരിക്കാത്ത 2 പേരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അവർക്ക്
അവരെ തിരഞ്ഞെടുക്കുമ്പോൾ അത് രജിസ്ട്രാറാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് നറുക്കെടുപ്പിൽ കൂടിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇൻ ഈച്ച് സബ്സിക്വൻറ്റ് ടേം ഓഫ് എ കമ്മിറ്റി ദ ഡിസ്ട്രിക്റ്റ് വൺസ് റെപ്രസെൻറ്റഡ് ഇൻ ഈച്ച് കാറ്റഗറി ഷാൽ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ ലോട്ട് ടിൽ ഓൾ ദ ഡിസ്ട്രിക്റ്റ് ഹാവ് ബീൻ റെപ്രസെൻറ്റഡ്. അപ്പോൾ ഇതിൽ ഓരോ ടേം ഓരോരുത്തർക്കും ഓരോ ജില്ലയിൽ നിന്നുള്ളവരെയും പ്രതിനിധീകരിച്ച് വരത്തക്ക രീതിയിൽ വേണം ഈ ലോട്ടിടാൻ. അപ്പോൾ ആദ്യം കിട്ടിയ ജില്ലയ്ക്ക് രണ്ടാമത് ലോട്ടിടുമ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത ജില്ലകളിലുള്ളവരെ അങ്ങനെ വേണം രജിസ്ട്രാർ ഇവരെ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത്. എല്ലാ ജില്ലയും പ്രതിനിധീകരിക്കണം എന്നുള്ളതാണ്. ഓരോ ടേം വെച്ച് കൊടുക്കണം. ഇനി ഈ 14 പേരുടെ നമ്മൾ കണ്ടു, അതിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ കണ്ടു. ഇനി അടുത്തത് 1 member representing the urban cooperative banks in the state elected from among the delegated board members of the urban cooperative banks by A-class members of the Kerala State Cooperative Bank. അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് ഒരു പ്രതിനിധി, അർബൻ സഹകരണ ബാങ്കിനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ വേണം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ A-class മെമ്പർ ആയിട്ടുള്ള അർബൻ സഹകരണ ബാങ്കുകളിലെ ഏതെങ്കിലും അർബൻ സഹകരണ ബാങ്കിൽ നിന്നൊരു പ്രതിനിധിയും കൂടെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടാം. അങ്ങനെ 15 പേരാണ് ഇതിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞാൽ 2 independent professional directors nominated by the government. ഗവൺമെൻറ് 2 പ്രൊഫഷണൽസിനെ നിയമിക്കണം, നോമിനേറ്റ് ചെയ്യണം. സർക്കാർ നോമിനേറ്റ് ചെയ്യാം 2 പ്രൊഫഷണൽസിനെ. അപ്പോൾ 15ഉം 2ഉം 17. ഇനി 21 പേരാകാൻ 4 പേരും കൂടെ വേണം. ആ 4 പേരെന്ന് പറയുന്നത് ഫോർ എക്സോഫിഷ്യോ മെമ്പേഴ്സാണ്. അത് ആരൊക്കെയാണ്? 1 സെക്രട്ടറി ഗവൺമെൻറ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സംസ്ഥാനത്തെ സഹകരണ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി, സർക്കാരിൻ്റെ സഹകരണ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ് ഒരാൾ. അടുത്തത് രണ്ടാമതായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘം രജിസ്ട്രാറാണ്. മൂന്നാമത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് മൂന്നാമത്തെ ആൾ. ലാസ്റ്റ് 4-മത്തെ ആൾ ചീഫ് ജനറൽ മാനേജർ നബാർഡ് റീജിയണൽ ഓഫീസ് കേരള. കേരളത്തിലെ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസിൻ്റെ ചീഫ് ജനറൽ മാനേജറാണ് 4-മത്തെ ആൾ. ഇങ്ങനെ 4 പേര് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സും കൂടെ ഉണ്ട്. അങ്ങനെ 21 പേരാണ് സംസ്ഥാന സഹകരണ ബാങ്കിലെ ബോർഡിൽ വരേണ്ടത്. കേരള ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇങ്ങനെ 21 മെമ്പേഴ്സാണ് അതിനകത്ത് വരിക. ഇനി റൂള് 35D എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. റൂൾ 35D എന്ന് പറയുന്നത് ജില്ലാ സഹകരണ ബാങ്കുകളിലെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് നടപടിക്രമങ്ങളാണ്. ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്കുകൾ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ആ റൂള് ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം 35D ഇല്ല. പിന്നെ 35E ആണ്. 35E എന്ന് പറയുന്നതിനകത്ത് 35E എന്ന് പറയുന്നത് എന്താണ്? ഫീസ് അല്ല, അത് പുതുതായിട്ട് വന്നിരിക്കുന്നു. 35D ഇല്ലിപ്പോഴും. അപ്പം 35E എന്ന് പറയുന്നത് നമ്മൾ ഫീസിനെ പറ്റിയാണ് പറയുക. എലക്ഷൻ ഫീസ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അതിൽ ആദ്യം പറയുന്നുണ്ട് ആഫ്റ്റർ ദ വേർഡ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 35D ഒഴിവാക്കിയിട്ട് 35E എന്ന് കൊടുത്തിട്ട് അതിനകത്ത് ഫീസ് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളെ പറ്റിയാണ് പറയുക. പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫീ അതാണ് കൊടുക്കേണ്ടത് 35E. അതിൽ ആദ്യം ആഫ്റ്റർ ദ വേർഡ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദ വേർഡ്സ് ഫോർ കോഓപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി ഇൻസർട്ടഡ്. അപ്പോൾ നമുക്കറിയാം സംസ്ഥാന സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരണ യൂണിയനുകളിലെയും സർക്കിൾ സഹകരണ യൂണിയനുകളിലെയും ഭരണസമിതി തിരഞ്ഞെടുപ്പും കൂടെ നടത്താൻ അവർക്ക് അതിനുള്ള അധികാരം കൂടെ കൊടുത്തിരിക്കുകയാണ്. ഈ പുതിയ
ആക്ടിലെ അമെൻഡ്മെൻറ്റിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ആ റൂളിൽ ആ മാറ്റം വരുത്തുകയാണ്. 35E സബ് റൂൾ 1 ഈ ഒരു മാറ്റം വരുത്തണം. എവരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ പേ ഫീ ഫോർ എലക്ഷൻ ടു ഗവൺമെൻറ് എന്നുള്ളത് എവരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് കോഓപ്പറേറ്റീവ് യൂണിയൻ പേ ഫീ ഫോർ എലക്ഷൻ ടു ഗവൺമെൻറ് എന്നാക്കണം. അത് കഴിഞ്ഞിട്ട് ഫീസ് എൻ്റെ കാറ്റഗറിയാണ് പറയുക. എങ്ങനെയെല്ലാമാണ് ഫീസ് കൊടുക്കുന്നത്, ഓരോ ടൈപ്പ് സൊസൈറ്റിക്കും എത്രയായിരിക്കും ഫീസുകൾ നേരത്തെയുള്ള ഫീസുകളിൽ നിന്നും വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ നേരത്തെ 5000 റുപ്പീസായിരുന്നു, ഇപ്പോൾ 7500 റുപ്പീസായി. കേന്ദ്ര സംഘങ്ങൾക്ക് 5000 ആയിരുന്നു, 7500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇനിയും അതുപോലെ തന്നെ ആ സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റികൾക്ക്, മധ്യതല ഫെഡറൽ സംഘങ്ങൾക്കൊക്കെ നേരത്തെ 3000 രൂപയായിരുന്നു, അത് 4500 രൂപയായി. 3000 നിന്ന് 4500 റുപ്പീസായിട്ട് എലക്ഷൻ ഫീസ് വർദ്ധിപ്പിച്ചു. മൂന്നാമത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ്, വായ്പാ സംഘങ്ങളും ഭവന സംഘങ്ങളുടെയും കാര്യത്തിൽ 2000 റുപ്പീസിൽ നിന്ന് 3000 റുപ്പീസായിട്ട് വർദ്ധിപ്പിച്ചു. 2000 നിന്ന് 3000 രൂപയായിട്ട് വർധനവ് വന്നിട്ടുണ്ട്. അതർ സൊസൈറ്റീസ്, മറ്റ് സംഘങ്ങളുടെ കാര്യത്തിൽ 1000 റുപ്പീസാണ്. 1000 റുപ്പീസ് ആയിരുന്നു നേരത്തെ, അത് 1500 റുപ്പീസായി. മറ്റ് സംഘങ്ങളുടെ കാര്യത്തിൽ നിന്നുള്ള അവിടെയാണ് നമുക്ക് ഈ സഹകരണ യൂണിയൻ്റെ എല്ലാം വരിക. സഹകരണ യൂണിയനെ സംബന്ധിച്ചും അതർ സൊസൈറ്റീസ് ഓർ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻസ് അത് 1500 ആണ്, 1500 രൂപയാണ്. സർക്കിൾ സഹകരണ യൂണിയൻ്റെ തിരഞ്ഞെടുപ്പിൽ 1500 രൂപ തന്നെയാണ് ഫീസ്. പിന്നെയും റൂൾ 37 കൂട്ടിച്ചേർത്താണ് പുതുതായിട്ട്. റൂൾ 37 എന്നും പറഞ്ഞൊരെണ്ണം കൂട്ടിച്ചേർത്ത്. പ്രൊസീജിയർ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് നോമിനീസ് ആൻഡ് ദെയർ റിമൂവൽ ഫ്രം കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി എന്നാണ് നിലവിലുള്ള 37. അത് കഴിഞ്ഞിട്ട് 37A കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ കാര്യമാണ്. കോപ്റ്റഡ് ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ നിയമന രീതിയാണ്, അതുപോലെ അവരുടെ യോഗ്യതയും ആണ് പറയുക. Notwithstanding anything contained in the bylaws of a society, the committee in office shall co-opt 2 persons or representatives who are or were in paid service of a commercial bank, Kerala State Cooperative Bank, or Urban Cooperative Bank, Kerala State Cooperative Agricultural and Rural Development Bank, a primary cooperative agricultural and rural development bank, erstwhile district cooperative banks, or a service cooperative bank in the managerial cadre shall have 10 years minimum service in their respective field and shall have acquired graduation from a university recognized by the University Grant Commission. അപ്പോൾ അതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് കോപ്റ്റഡ് മെമ്പേഴ്സിനെ നിയമിക്കുന്നത് രജിസ്ട്രാറുടെ അനുമതിയോടുകൂടി വേണം. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബൈലോയിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും 2 പ്രതിനിധികളെ ഇതിലേക്ക് ഓപ്റ്റ് ചെയ്യാം. അവർ ഒരു കൊമേഴ്സ്യൽ ബാങ്കിലോ അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ ബാങ്കിലോ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലോ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലോ അതോ PCARDBയിലോ ഇനിയും നിന്നുപോയിട്ടുള്ള അതായത് നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ സഹകരണ ബാങ്കുകളിലോ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളിലോ മാനേജീരിയൽ കേഡറിൽ 10 വർഷം കുറയാത്ത സർവീസ് ആ ഫീൽഡിൽ മാനേജീരിയൽ ഫീൽഡിൽ 10 വർഷത്തിൽ കുറയാത്ത സർവീസ് ഉണ്ടായിരുന്ന ആൾ ആയിരിക്കണം. അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിച്ച
ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ആൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ 2 പേരെ കോപ്റ്റ് ചെയ്യാം. അത് നിയമിക്കുന്നത് രജിസ്ട്രാറിൻ്റെ അനുവാദം ഉണ്ടായിരിക്കണം. ഇനി ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആ ഒരു ഫീൽഡിൽ ഉള്ളവരാണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ MBA ഫിനാൻസ് ഓർ ബാങ്കിങ് ഓർ MCOM ഓർ BCom കോപ്പറേഷൻ ഓർ HDC and M or BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഓർ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. മാനേജ്മെൻറ്റ് ആണ് അവരുടെ ഫീൽഡെങ്കിൽ മാനേജ്മെൻറ്റിൽ MBA ഓർ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനാണ്. അഗ്രികൾച്ചറൽ ഫീൽഡിലുള്ളവർ BSc അഗ്രികൾച്ചർ ഓർ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. എക്കണോമിക്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. കൊമേഴ്സിലുള്ളവർ MCOM ഫിനാൻസ് ഓർ കോപ്പറേഷൻ ഓർ BCom കോപ്പറേഷൻ ഓർ HDC ആൻഡ് BM. BSc അല്ലെങ്കിൽ BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. പബ്ലിക് ഫിനാൻസ് ഫീൽഡിലുള്ളവർ MBA ഫിനാൻസ് ഓർ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. ലോ ആണെങ്കിൽ LLB ഉള്ളവരായിരിക്കണം. റൂറൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. ഇൻഫർമേഷൻ ടെക്നോളജി ഫീൽഡാണെങ്കിൽ MCA ഓർ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. The coopted members shall not have any disqualification under the Kerala Cooperative Societies Act 1969. അപ്പോൾ ഈ കോപ്റ്റഡ് മെമ്പേഴ്സിന് സഹകരണ നിയമം അനുസരിച്ച് ഒരു ഡിസ്ക്വാളിഫിക്കേഷനും പാടില്ല. The appointment of coopted members or representatives shall be done only with the prior approval of the registrar. രജിസ്ട്രാറുടെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി വേണം ഇവരെ നിയമിക്കാൻ. The society shall submit an application of the resolution of the board of directors of the society for the appointment of such coopted members and with their experience and qualifications. അപ്പോൾ സൊസൈറ്റി ഒരു റെസൊല്യൂഷൻ, ഒരു തീരുമാനം എടുക്കണം. കമ്മിറ്റി തീരുമാനം എടുത്ത് ഈ 2 പേരെ നിയമിക്കുന്ന അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞൊരു അപേക്ഷ തയ്യാറാക്കി ഈ കമ്മിറ്റി തീരുമാനം സഹിതം രജിസ്ട്രാർക്ക് അപേക്ഷിക്കണം. The registrar shall consider the application and may issue permission for the appointment of such coopted members or deny the application with the proper reasons, if any, within 1 month from the date of receipt of the application. അപ്പോൾ രജിസ്ട്രാർക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടി 1 മാസത്തിന് അതിൽ തീർപ്പെടുക്കും. ഒന്നുകിൽ അത് രജിസ്ട്രാർ അത് അംഗീകരിച്ച് അപ്പോയിൻമെൻറ്റ് അംഗീകരിക്കും, പെർമിഷൻ കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നിരസിക്കാൻ കാരണമുണ്ടെങ്കിൽ ആ കാരണങ്ങൾ കാണിച്ച് ആപ്ലിക്കേഷൻ നിരസിക്കും. അതായത് 1 മാസത്തിനകം തീരുമാനം എടുക്കണം എന്നുള്ളതാണ് റൂളിൽ പറഞ്ഞിരിക്കുന്നത്. The registrar shall issue notice to the board of directors of the society directing to co-opt members or representatives in the committee which fails to co-opt the persons or representatives in accordance with the subsection 1G of section 28 of the Act if the board of directors are not responding to the directions of the registrar within 1 month from the date of receipt of a notice. In this behalf, the registrar shall nominate persons or representatives as mentioned in subsection 1G of section 28 of the Act. അപ്പോൾ ഈ കോപ്റ്റഡ് മെമ്പേഴ്സിനെ ബോർഡ് നിയമിച്ചില്ല, എൻ്റെ അനുവാദം കിട്ടി 1 മാസത്തിനകം നിയമിച്ചിട്ടില്ല എങ്കിൽ രജിസ്ട്രാർക്ക് നേരിട്ട് ഈ കോപ്റ്റഡ് മെമ്പേഴ്സിനെ നിയമിക്കാം എന്നാണ് സെക്ഷൻ 28 1Gയിലെ സബ്സെക്ഷൻ 1G അനുസരിച്ച് രജിസ്ട്രാർക്ക് ഇവരെ നിയമിക്കാം, കോപ്റ്റഡ് മെമ്പേഴ്സിനെ കമ്മിറ്റി നിയമിച്ചില്ലെങ്കിൽ എന്നും കൂടെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ഈ റൂള് 37A എന്ന് പറയുന്ന പുതുതായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു റൂളിൽ പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ റൂൾ 38(5) വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കാം, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പല പ്രാവശ്യം കേട്ടാൽ മനസ്സിലാക്കുക. ഇനിയുള്ള പരീക്ഷകൾക്കെല്ലാം ആക്റ്റിലെ അമെൻഡ്മെൻറ്റ് കൂടാതെ റൂളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളും അമെൻഡ്മെൻറ്റ്സ് എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്
ഈ ഇലക്ഷൻ ഫീസിൻ്റെ വർധനവും എല്ലാം വളരെ കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിന് താല്പര്യമുണ്ട്. ഇനിയും വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.